ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇന്ന് എപ്പിസോഡ് കാണിക്കുന്നതിന് കാലത്ത് തന്നെ നമ്മുടെ തേർ വന്നിട്ട് അയ്യോ എന്നെ കൊണ്ട് വയ്യേന്നോ കാറി വിളിക്കുന്ന ഒരു സൗണ്ടോടെയാണ്. എന്താണെന്ന് വെച്ചാൽ അവന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന സംഭവം നോക്കിയാണ് അവൻ കരയുന്നത്. അതൊന്നും കേട്ട് നല്ല നമ്മളെ നോത്ത് ഓടുന്ന എന്താ പറ്റി എന്താ പറ്റിയെന്ന് ചോദിക്കാം. ഇത് നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർ വന്നിട്ട് ഫോൺ നേരെ നമ്മുടെ നോത്തിൻ്റെ നേരെ കാണിക്കുന്നത്. അപ്പോൾ നോത്ത് ഇതെന്താടാ ഒരു പിക്ക്, ആ പിക്കിൽ എന്താ കാണുന്നത്? രണ്ട് കൈ പിടിച്ചിരിക്കുന്നത്. ആരെ കൈയാടാ പിടിച്ചിരിക്കുന്നത്? ഏതോ രണ്ട് കൈ പിടിച്ചിരിക്കുന്നത്. കാണാൻ നല്ല പരിചയമുള്ള കൈ. അതന്നെ ആ കൈ ആരാ? നിൻ്റെ വാച്ച്. കണ്ടില്ല, ഈ ഹില്ലിനും കൂടി ഞാൻ തോറ്റു. ഞാൻ എന്താ ചെയ്യാം? അതിനിപ്പോൾ എന്താടാ, നിൻ്റെ മുഖമൊന്നും വെച്ചിട്ടില്ലല്ലോ, നിൻ്റെ കൈ മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ, പിന്നെ എന്തിനാ നീ ഫീൽ ചെയ്യുന്നത്? അയ്യോ എന്താടാ ഈ ഹില്ലിങ്ങനെ, എന്നെ കൊണ്ട് വെയ്യടാ. ശരി, ഇപ്പം നിനക്ക് എന്താ പ്രശ്നം? എനിക്കെന്നെ അറിയണില്ലടാ, അതെന്താ പ്രശ്നം, അപ്പം എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിന്നെ കണ്ടിട്ട് ഇപ്പം ദേഷ്യപ്പെടുന്നല്ല തോന്നുന്നത്. നീ നല്ല നാണിക്കുന്ന പോലെ ഉണ്ട്. നോക്ക്, നിൻ്റെ കവിളൊക്കെ നല്ല ബ്ലഷ് ആയിട്ടുണ്ട്. കാണാൻ കുറച്ച് വീടായിട്ടുണ്ടോ? അതന്നെ വീടായിട്ടുണ്ട്. ഇതും കൊണ്ടാണ് മൂപ്പര് നിൻ്റെ മുഖം വെക്കാതെ. എന്ത് വീട്? അതന്നെടാ, നീ എന്താ ഫീൽ ചെയ്യണം നിനക്കെന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ മൂപ്പര് എങ്ങനെ വന്നിട്ട് നിൻ്റെ ഫേസ് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് മൂപ്പര് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിൻ്റെ ഫീലിങ്സ് നീ തിരിച്ചറിയാൻ വേണ്ടിയാണ് മൂപ്പര് വെയിറ്റ് ചെയ്യുന്നത്. എടാ അങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെ മൂപ്പര് എൻ്റെ ഫീലിങ്സിൻ്റെ കൂടെ കളിക്കുക ചെയ്യുന്നത്. എന്ത് കളിക്കണം? മൂപ്പര് കളിക്കണമെന്നല്ല, മൂപ്പര് അതേപോലെ തന്നെ ഉള്ളത്. പിന്നെന്താ? അങ്ങനെ അല്ലടാ, എനിക്ക് പഴയതുപോലെ പിന്നെ ഹേർട്ട് ആവാൻ വയ്ക്കുന്നില്ല. അത് മാത്രമാണ് എനിക്ക് അപ്പോഴുള്ള ഒരു സങ്കടം. വീണ്ടും ഹേർട്ട് ആവാൻ പറ്റില്ല. എന്താ പറയുന്നത്? അതന്നെ, സ്കൂൾ പഠിക്കുമ്പോൾ മൂപ്പര് എൻ്റെ ക്രഷായിരുന്നു. നിൻ്റെ ക്രഷാ? എന്താ സംഭവം എന്ന് പറ. അത് വന്നിട്ട് മൂപ്പർക്ക് എൻ്റെ അനിയത്തിനായിരുന്നു ഇഷ്ടം. നീ അപ്പോൾ ഒരു രണ്ടുപേർക്കും മാച്ച് മേക്കറിൻ്റെ പണിയെടുത്തു എന്നാ? മാച്ച് മേക്കറിൻ്റെ പണിയെടുത്തു എന്ന് തന്നെ പറയുന്നത്. ശരി, എന്താ സംഭവിച്ചേ? അങ്ങനെ ചോദിക്കുമ്പോൾ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹില്ല് വന്നിട്ട് തേറിൻ്റെ റെസ്റ്റോറൻ്റ് ഇല്ല, ആ കഫേയിൽ വന്നിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ ഫുൾ ടൈം പണിക്കാരനായോ? എന്താ ഇപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹില്ല് പറയുന്നത്, ഞാൻ ഇവിടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നില്ല, അതിന് പകരം എനിക്ക് ലൈഫ് ടൈമിൽ കൊക്കോ കേക്ക് വന്നിട്ട് ഫ്രീ അല്ലേ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ അമ്മ ആദ്യം ഫ്രീ ആണെന്നുള്ള. അപ്പോൾ തേർ പറയുന്നുണ്ട്, ഇല്ല വെറും കോക്കനട്ട് കേക്ക് മാത്രം കഴിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല, എൻ്റെ സ്പെഷ്യൽ കോക്കോയും കൂടെ കുടിച്ചാലേ നല്ല ഉണ്ടാവുള്ളൂ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരി ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ തേർ വന്നിട്ട് ഒരു കോക്ക ഉണ്ടാക്കിയിട്ട് ഇത് നോക്കി കുടിച്ച് നോക്കി എങ്ങനെയുണ്ട്. ഞാൻ എൻ്റെ അമ്മേൻ്റെ അത്ര വല്ല സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കില്ല, പക്ഷെ എന്നാലും ഞാൻ ഒന്ന് കുടിച്ച് നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹില്ല അത് വാങ്ങി കുടിച്ചിട്ട് എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടെൻഷനുണ്ട് മൂപ്പർക്ക് ബാക്കി കുടിക്കുമ്പോൾ തന്നെ. പക്ഷെ എന്നാലും കുടിച്ചൊക്കെ നീ മുമ്പത്തേക്കാളും നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മുമ്പത്തേക്കാളും ഇമ്പ്രൂവ്മെൻറ്റോ? അതിന് മൂപ്പര് എൻ്റെ ഇതുവരെ കുടിച്ചിട്ടില്ല നിങ്ങൾ? ഞാൻ ആദ്യമായിട്ടല്ല നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ. എന്തായാലും ആ സമയത്ത് നേരെ നമ്മുടെ തേറിൻ്റെ സിസ്റ്റർ ക്രിസ്മസ് വന്നിട്ട്, എന്താ പേരൊന്നും ആലോചിക്കണ്ട, മൂപ്പരെ അമ്മക്ക് വന്നിട്ട് ക്രിസ്മസ് ഈസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മക്കൾക്ക് അങ്ങനെ പേരിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ക്രിസ്മസ് നേരെ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഹെലിനെ കണ്ട് ഹലോ നമസ്കാരം അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കൊഞ്ഞിട്ടാണ് മൂപ്പത്തിയുടെ നമസ്കാരം പറയുന്നത്. അപ്പോൾ ഹെല്ലും ആദ്യം നമസ്കാരം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ തേറിനെ നോക്കിയിട്ട് ഇന്ന് അവിടെ ക്രിസ്മസ് വന്നിട്ട് എന്താ കട്ടുന്നത് വെച്ചാൽ നല്ല സൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് രണ്ടേലും ഒന്ന് സെറ്റാക്കി താന്ന് പറയുന്നുണ്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തേർ പറയുന്നുണ്ട്, ഹിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററിനെ കുറച്ച് ഹോംവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും, അവൾക്ക് കുറച്ച് ട്യൂഷനൊക്കെ എടുക്കുമോ, നിങ്ങൾ നല്ല പഠിക്കുന്ന ഒരാളല്ലേ. ശരി ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ശരി ഓക്കെ. കഞ്ഞി നേരെ ഫ്ലാഷ് ബാക്ക് കട്ടായി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഓർത്തിട്ടുണ്ട്, അപ്പോൾ നീ ഒരു രണ്ടുപേർക്കും മാച്ച് മേക്കിൻ്റെ പണിയൊക്കെ എടുത്ത്? അതേടാ 2 വർഷം എടുത്ത്. എന്നിട്ടോ അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്തോ? ഡേറ്റിനൊന്നും പോയില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. അവർ രണ്ടുപേരും ഡേറ്റിന് പോയിക്കുകയാണെങ്കിൽ പോലും എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ അത് വിചാരിച്ചിട്ടെങ്കിലും അങ്ങനെ മറന്നേനെ മൂപ്പരെ. ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടോ. ഇത് അവിടെ തന്നെ ഞാൻ സ്റ്റെക്കായി പോയില്ല, അതാണ്. ശരി ഓക്കെ, നീ നിൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചാൽ എന്താ സംഭവിച്ചതെന്നുള്ളത്? ഇല്ല ഞാൻ ചോദിച്ചില്ലേ, ഞാൻ അവളോട് സംസാരിച്ചിട്ട് കുറേ ആയി. ശരി ഓക്കെ. ശരി, നീ ഇപ്പം എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാൻ? ഞാൻ യൂണിയനിൽ മൂപ്പരെ കണ്ടാലും ഞാൻ സംസാരിക്കില്ല, കോളേജിൽ കണ്ടാലും സംസാരിക്കില്ല. മൂപ്പര് എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ വേറെ ആരോട് സംസാരിക്കുന്ന പറയുന്ന പോലെ പോകും. അപ്പോൾ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നീ വിചാരിക്കണോ നിനക്കിത് സാധിക്കുന്നു? ഞാൻ സാധിക്കുമെന്ന് വിചാരിക്കണേ. നിങ്ങൾ പറ്റൂല്ലേ? പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ആ കോൺവെർസേഷൻ അവിടെ അങ്ങനെ കട്ടാവാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കോളേജ് ക്യാമ്പസ്ക്ക് റെഡി ആയിട്ട് നോർത്തും തേറും കൂടെ പോകുമ്പോൾ നമ്മുടെ തേർ വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ്. നമ്മുടെ ക്രിസ്മസിൻ്റെ പ്രൊഫൈലാണുള്ളത്, അതായത് ഫോൺ കോളിൻ്റെ വിളിക്കണോ വേണ്ടോ പിന്നെ വിളിക്കാതെ അങ്ങനെ നമുക്ക് ഒരു പോകുന്ന സമയത്ത് നേരെ തേർ പറയുന്നത്, എടാ ഞാൻ പറഞ്ഞൊന്നും മറക്കില്ല, ഞാൻ എന്തായാലും മൂപ്പര് അവോയ്ഡ് ചെയ്യും, ഞാൻ ക്യാമ്പസിൽ എവിടെ കണ്ടാലും ഞാൻ സംസാരിക്കില്ല അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് നല്ല മുതുകത്ത് നല്ല തട്ടി കൊടുക്കുന്നുണ്ട്. എന്നെ കൂടെ സാധിക്കും. അപ്പോൾ നമ്മുടെ തേർ ചോദിക്കുന്നത്, എന്താടാ നീ ഞാൻ എൻകറേജ് ചെയ്യണോ, എന്നെ കൂടെ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യണോ? ഞാൻ കണ്ണുകൊണ്ട് കാണിക്കൂടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലേ നേരെ കാറെടുത്ത് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ശരി ഗായ്സ്, അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്, ബൈ ബൈ.